ഹലോ അസ്സാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സിംഗാപ്പൂരി റൈസ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തിന്. ക്യാപ്സിക്കം, സിംല മിർച്ചി, ഉള്ളിൻ്റെ ഭാജി. പിന്നെ ഞാൻ കോഴിയിൽ ഫ്രൈ ആക്കി കോഴി കുറച്ച് മസാല ആക്കിയിട്ട് എടുക്കുന്നത്. അതിന് കുറച്ച് ഞാൻ പൊടിച്ചിട്ട് എടുത്തിന്. കുറച്ച് വെളുത്തുള്ളി ഇടണം. പിന്നെ അതിന് ചെറുങ്ങനെ ചെറിയ കോഴി ഞാൻ മുറിച്ചിട്ട് വെച്ചിന് കഷ്ണാക്കിയിട്ട് അതിനിട്ടിട്ട് നല്ല എണ്ണയിൽ വാട്ടിയിട്ട് എടുക്കണം. ഇതേമാതിരി പിന്നെ കുറച്ച് ഒരു സ്പൂണ് സോയ സോസും പിന്നെ ഒരു സ്പൂണിൽ വിനീഗറാണ്. ഇതിൽ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇടണം. പിന്നെ ചില്ലി സോസ് ഇടണം. പിന്നെ മുളക് പൊടിയില്ലേ 2 സ്പൂൺ ഇടണം ഇതേമാതിരി. പിന്നെ കാലിമിരി കുരുമുളക് പൊടി അതിടണം. പിന്നെ ഒരു സൈഡിൽ ഞാൻ വേവാൻ വെച്ചിന് കോയിന്. ഒരു സൈഡിൽ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ കടായി വെച്ചിന്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടില്ലേ വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇത് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പിന്നെ ഈ ചോറിട്ടിട്ട് വെജിറ്റബിൾ സിംഗാപ്പൂരി ചോറ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളത്. ഞാൻ വേണം കുറച്ച് മസാല ഇട്ടങ്ങ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ക്യാപ്സിക്കം പിന്നെ ഉള്ളിൻ്റെ ഭാജി, ക്യാരറ്റ് മുട്ടയിൽ അതിടാം. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, മസാല ഇടണം. ചിക്കൻ മസാല ഇല്ലേ അതൊരു സ്പൂൺ ഇടണം. എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതേമാതിരി. ഇങ്ങനെ ഇതിനെന്ത് ബാട്ടണമെന്ന് എന്തില്ല, എന്ത് വെജിറ്റബിളെല്ലാം അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തങ്ങായി. അത് ഒരു സൈഡിൽ ഞാൻ ഫ്രൈ പാനകത്ത് 2 പാക്കറ്റ് നൂഡിൽസ് ഞാൻ വേവിച്ചിട്ട് വെച്ചിനാഞ്ഞ്. വേവിച്ചിട്ടെടുത്ത നൂഡിൽസിന് ഇതേമാതിരി ഇത് എണ്ണയൊക്കെ ഇട്ടിട്ടില്ലേ അര സ്പൂണ് സോയ സോസും കുരുമുളക് പൊടി 1 സ്പൂണ്, പിന്നെ ചിക്കൻ മസാല ഇല്ല അതിരാണ് 1 സ്പൂണ്. എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് കാണും. പിന്നെ വെജിറ്റബിൾ അത് വേണം നമ്മൾ ഇട്ടാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇട്ടാൽ നല്ല മസാലയിലെല്ലാം ആക്കിയെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾ സാധായിട്ടിരിക്കും. പിന്നെ ഇത് മുറിച്ചിട്ട് വെച്ച മസാല ഇല്ലേ ക്യാപ്സിക്കമും ക്യാരറ്റും ഉള്ളിൻ്റെ ഭാജി കുറച്ച് ഇട്ടിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. വേറെ എന്തിന് ആക്കിയിട്ട് എടുക്കാൻ ഇല്ല. ഇതേമാതിരി നോക്കാൻ ഞാൻ കോയിൻ്റെ മസാല വെച്ചതൊരു സൈഡിൽ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ കടായിലില്ല കുറച്ച് വെളുത്തുള്ളി കഷ്ണാക്കിയിട്ട് കായാൻ വെച്ചിന്. പിന്നെ ഒരു ചെറിയ കട്ടോരി എടുത്തിട്ടില്ലേ ഇത് മൈനീസ് എടുത്തിന് കുറച്ച്. പിന്നെ 4 സ്പൂണില്ലേ തമ്പട്ട സോസ് എടുത്തിന്. 2 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പിടണം ആവശ്യത്തിന്. പിന്നെ ചില്ലി ഫ്ലേക്സ് എടുക്കണം 1 സ്പൂണ്. ഇതേമാതിരി അതിനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ റെഡ് ചില്ലി സോസ് ഇടണം 2 സ്പൂണിനനുസരിച്ചിട്ട്. പിന്നെ ഗ്രീൻ ചില്ലി സോസ് ഇല്ലേ അത് 1 സ്പൂൺ ഇടണം. പിന്നെ 2 സ്പൂണ് മുളക് പൊടി. എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഇതേമാതിരി. അങ്ങനെ ഒരു സൈഡിൽ മിക്സ് ആക്കിയിട്ട് വെക്കണം. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിന് എനിക്ക് ഞാൻ ചോറിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നൂഡിൽസ് ഇട്ട് ഇതേമാതിരി നോക്കല നൂഡിൽസ് ഇട്ടിട്ട് കൊടുത്തേ. പിന്നെ നമ്മൾ കോഴി മസാല ആക്കിയിട്ട് വെച്ചിട്ടില്ല ഞാൻ കോയിൻ്റെ അതിനിട്ടിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് സോസ് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒരു സൈഡിൽ ഞാൻ കഴിക്കാൻ വെച്ചിട്ടില്ല, ഞാൻ ചോപ്പിച്ചിട്ട് വെച്ചില്ല. ഞാൻ ഇതേമാതിരി മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. റെഡി സിംഗാപ്പൂരി റൈസ്. അസ്സലാമു അലൈക്കും. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട.